ഇന്നും ഗംഭീര മഴ തന്നെ. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് എത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. വന്ന് 2 ദിവസം മാത്രമേ ചെറിയൊരു വെയിലൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ 10 ദിവസത്തോളം അടുപ്പിച്ച് മഴ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ചക്കപ്പം ഉണ്ടാക്കാനൊരു തോന്നൽ. പുറത്ത് മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആട്ടുകല്ലിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികമുള്ള കാരണം നമ്മൾ മിക്സിയിൽ അരയ്ക്കുക, ഗ്രൈൻഡറിൽ അരയ്ക്കുകയൊന്നും പോസിബിളല്ല. പിന്നെ കറണ്ടും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്കും ഒക്കെയാണ്. അപ്പോൾ കല്ല് കുറേ ദിവസമായിട്ട് എടുക്കാത്ത കാരണം നിറയെ മണ്ണ് പിടിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടാണ് അരയ്ക്കാൻ പോണത്. പിന്നെ ഇത് അധികം അരയ്ക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടിയും പിന്നെ ചക്ക വരട്ടിയത് വേണമല്ലോ, അപ്പോൾ ഒന്ന് മിക്സ് ആവുക വേണ്ടു. പിന്നെ ശർക്കരപ്പാവ് ഞാൻ ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അരച്ചിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറവ് തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം, മധുരം പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ശർക്കരപ്പാവ് നമുക്ക് ആഡ് ചെയ്യണം. എല്ലാം പിന്നെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് തേങ്ങ കൊത്തും. ഇത്രയേ ഉള്ളൂ, കാര്യം നിസ്സാരമാണ്. ഈ ഒരു അപ്പം പണ്ട് തൊട്ടേ മുത്തശ്ശിമാർ മുതൽക്കേ തറവാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പമാണ്. പിന്നെ സ്റ്റീമാണല്ലോ, അതുകൊണ്ട് ഓയിലൊന്നും ഇല്ലാത്ത കാരണം ഹെൽത്തിയാണ്. അച്ഛാ, പൊടിനയുടെ ഇല ഞങ്ങളിവിടെ പൊടിനി എന്ന് പറയും, ചിലവർ ഉഴുന്നുണ്ടി എന്ന് പറയും. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു നല്ലൊരു ഇലയാണ്. ഈ ഇല എല്ലാവിടെയും കിട്ടുന്നില്ല. കേരളം, ഗോവ സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നോർത്തിലൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചക്ക വരട്ടിയതൊക്കെ കൊണ്ടുപോയാലും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. ഞാൻ ഇവിടെ ഇല പൊതിഞ്ഞു പാക്ക് ചെയ്ത് കൊണ്ടുപോകാറാണ് പതിവ്. ഈ കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കണം. എന്താ വെച്ചാൽ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ കട്ടിയാവും. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചൊന്ന് ലൂസായിട്ട് ചെയ്താലേ സോഫ്റ്റ് ആവുള്ളൂ. വല്ലാണ്ട് ടൈറ്റായിട്ട് മാവ് കുഴച്ചാൽ അത് ഭയങ്കര ഹാർഡാവും. നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കണം. ഇനി അത് ബാക്കി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, ഉണ്ടാക്കാൻ പോകുമ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇന്നലെ നമ്മുടെ പിറന്നാളായിരുന്നു. അപ്പോൾ കുറച്ച് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് ഇന്ന് സിമ്പിളായിട്ട് കൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉണ്ടാക്കിയേക്കണത് മത്തങ്ങയും കുറച്ച് മൂത്ത ഓമക്കായും കൂടിയിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. അതിലൊരു മുരിങ്ങക്കായും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറി, വളരെ ടേസ്റ്റിയാണ്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുണ്ടായ വഴുതനങ്ങ കേട്ടോ. ഇത് കുറേ കിട്ടിക്കൊല്ലം. അപ്പം ഇതുകൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. ഇനി ചക്കപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഈ ഇലയിൽ പൊതിയുന്നതും അതുമാതിരി അടുപ്പത്ത് വെക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുത്തിരുന്നു, അത് ഡിലീറ്റായി പോയി. കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു മൊബൈലിൽ. അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രാവശ്യം വന്നപ്പോഴും ചെയ്തിരുന്നു. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ ഇതായിട്ട് ഞാൻ ചെയ്യണതാണ്. ആർക്കെങ്കിലും ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് റിപ്ലൈ തരിക. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇതായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.